പള്ളിയോടങ്ങളെ വരവേൽക്കാൻ ആറന്മുള ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് ഇക്കുറി വഴിപാട് സദ്യകൾ നടക്കുന്നത്. വിശദാംശങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, ഇന്ന് ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. തീർച്ചയായിട്ടും അവന്തിക, ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ഒരു പൈതൃക ഗ്രാമം. കേൾക്കാം അവന്തിക. സുജു അവിടെ ആറന്മുള ക്ഷേത്രത്തിന് മുന്നിലാണെന്ന് തോന്നുന്നു. കേൾക്കാം, പറഞ്ഞോളൂ. അതെ അവന്തിക, ക്ഷേത്രത്തിനുള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെ നമുക്കറിയാം, ആറന്മുള എന്ന് പറയുന്ന ഒരു പൈതൃക ഗ്രാമം കൂടിയാണ്. ആറന്മുളയുടെ മാത്രമല്ല, പത്തനംതിട്ട തന്നെ ഉത്സവം തന്നെയാണ് ആറന്മുള വള്ളസദ്യ, അഷ്ടമരോഹിണി വള്ളസദ്യ, അതുപോലെ തന്നെ തിരുവോണത്തോണി ഉൾപ്പെടെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നാട് ഹൃദയത്തിലേറ്റി നടത്തുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ആറന്മുള വള്ളസദ്യയിൽ ഈ വഴിപാട് വള്ളസദ്യയാണ്. അത് വഴിപാട് എടുത്തുന്നവർ രാവിലെ ഈ കൊടുമ്പരച്ചോട്ടിലെത്തി ഇപ്പോൾ കാണുന്ന വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് നിറപറ സമർപ്പിക്കുന്നതാണ് വള്ളസദ്യ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഒരു പറ ദേവനും ഒരു പറ പള്ളിയോടത്തിനും എന്ന സങ്കല്പം, അത്തരത്തിലെ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുകയും ചെയ്യുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഈ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. പിന്നീട് 56 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വഴിപാട് വള്ളസദ്യയായിരിക്കും നടക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ആറന്മുള വള്ളസദ്യ എന്ന് പറയുമ്പോൾ രുചിയുടെ ഒരു മേളം കൂടിയാണ്. ഏറ്റവും അധികം നമുക്കറിയാം, ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ കരനാഥന്മാരെത്തി പാടി ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് എന്നതാണ് ആറന്മുള വള്ളസദ്യയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. അത് ഏറെ പ്രശസ്തമാണ്. എന്നാൽ ഇത് വഴിപാട് വള്ളസദ്യയാണ്. അതുകൊണ്ട് തന്നെ വഴിപാട് ആയിട്ട് എത്തുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അത് നേരുന്ന ആളുകളും ാണ് ഭക്ഷണം നൽകുക. ഇത്തവണ KSRTCയുടെ തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ടും പ്രത്യേകമായി വള്ളസദ്യ ഒരുക്കിയിട്ടുണ്ട്. അത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വേണം അത്തരം വള്ളസദ്യകളിലേക്ക് ആളുകൾ പങ്കെടുക്കാൻ എന്നുള്ളതെന്നാണ്. നമുക്ക് പ്രതികരണത്തിലൂടെ കിടക്കാം. ചേട്ടാ, ഇന്ന് വള്ളസദ്യ തുടങ്ങുകയാണ്. അതെ, വള്ളസദ്യ ആറന്മുളയുടെ ഉത്സവം തുടങ്ങുകയാണിന്ന്. അതായത് 52 കരകളിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും ഇന്ന് എത്തുന്ന ഒരു തിരുവാറന്മുളയപ്പൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. ഞാൻ ഇന്നത്തെ ഞാൻ പള്ളിയോട സേവാ സംഘവുമായിട്ട് ബന്ധപ്പെട്ട ഭാരവാഹിയാണ്. അതുപോലെ എൻ്റെ ഇതിൻ്റെ ഫുഡ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ജോയിൻറ്റ് കൺവീനർ കൂടെയാണ്. അപ്പം എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ കൃത്യമായിട്ട് എല്ലാം നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് 10 പള്ളിയോടങ്ങൾക്കാണ് ഇന്ന് വള്ളസദ്യ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. കരക്കാർ വരുന്നു, അവരെ പറയിട്ട് രാവിലെ ഭഗവാന് പറയിട്ടിട്ട് അപ്പം അതിനോട് നമ്മൾ ഇന്നത്തെ തുടങ്ങി കുറിക്കുകയാണ്. അപ്പം എല്ലാ രീതിയിലും ആറന്മുളയുടെ ഒരു ഉത്സവം ഇന്ന് തുടങ്ങുകയാണ്. ഇനിയും നമുക്ക് പറയാനാണ് ഒരുപാട്. നമുക്ക് 62 കൂട്ടം വിഭവങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കൊടുക്കുന്നത്. അപ്പം അത് നമ്മൾ എല്ലാം അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ എല്ലാ സദ്യപ്പരകളിലും നമ്മൾ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി കെ മുരളീധരനാണ്. പിന്നെ അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഓക്കെയായി. 56 ദിവസം ആറന്മുളയുടെ രുചിയുടെ ഉത്സവം കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആറന്മുളയുടെ ഉത്സവമാണ്. അതായത് ഫുഡ് ഫെസ്റ്റിവൽ, അതായത് ആറന്മുളയുടെ ഉത്സവമാണ്. അതായത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്ന് ഇത് ഒരു വലിയൊരു ഉത്സവമാണ്. ആഹാരത്തിൻ്റെ ഒരു ഉത്സവം. അതാണ് പറഞ്ഞത്. സന്തോഷം സാലിനോടൊപ്പം ചേർന്നാണ് അവന്തിക ആറന്മുളയിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. അതായത് സുജു ടി ബാബു, ഈ വഴിപാട് കഴിക്കുന്നവർക്ക് പുറമെ ഈ സാധാരണക്കാർക്കും ഈ വള്ളസദ്യയിൽ പങ്കെടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ അവിടെ? അതൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ? അതിന് അവിടെ മുൻകൂറായി പണം അടച്ചുകൊണ്ട് ഒരു പ്രത്യേക സംവിധാനമുണ്ട്. അത്തരത്തിലെ കാര്യങ്ങൾ ക്ഷേത്ര സമിതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ വ്യക്തത വരുത്തിയ ശേഷമാണ് നമ്മൾ ഈ വള്ളസദ്യയ്ക്ക് വേണ്ടി എത്തേണ്ടത്. വഴിപാട് വള്ളസദ്യ ആയതുകൊണ്ട് തന്നെ അത് സ്പോൺസർ ചെയ്യുന്ന ആളുകൾക്കും അവർ കൂപ്പൺ കൊടുക്കുന്ന ആളുകൾക്കാണ് ഈ വഴിപാട് വള്ളസദ്യ ഉണ്ടാവുക. ഇത് ക്ഷേത്രത്തിലെ അത്തരത്തിലൊരു ചടങ്ങുകളാണ്. പലരും തെറ്റിദ്ധരിക്കുകയും ഇവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളിലേക്ക് അപൂർവ സാഹചര്യങ്ങളിൽ എത്താറുണ്ട്. അത് ഒഴിവാക്കേണ്ടതാണ്. പകരം ഒന്നുകിൽ വഴിപാട് വള്ളസദ്യയായി പങ്കെടുക്കുക, അല്ലെങ്കിൽ KSRTCയുടെ
ആറന്മുളയുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ടൂറിസം പദ്ധതിയുണ്ട്, ബഡ്ജറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ പങ്കെടുത്തുകൊണ്ട് കൃത്യമായി പണം അടച്ചുകൊണ്ട് അത് കഴിക്കാം. അല്ലെങ്കിൽ പള്ളിയോട സേവാ സംഘവുമായി ബന്ധപ്പെട്ട ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് ആളുകൾ കടക്കാവുള്ളൂ എന്നാണ് പറയാനുള്ളത്. ഈ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്തു. നമുക്ക് ഈ രാവിലെ ഈ ക്ഷേത്രത്തിന് മുമ്പിൽ ഈ പറ നിറയ്ക്കുന്ന ചടങ്ങാണ് ഇതാണ് ഈ വള്ളസദ്യയുടെ ആദ്യത്തെ എന്തുവാണ് ചടങ്ങുകൾ തുടങ്ങുന്നത്. പിന്നീട് ഉച്ചയ്ക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനം ഉണ്ടാകും. അതിനുശേഷമാണ്, അതായത് ആറന്മുളയുടെ ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വഞ്ചിപ്പാട്ടിൻ്റെയും പ്രാർത്ഥനാ മന്ത്രങ്ങളുടെയൊക്കെ വലിയ ഒരു ഇത് തന്നെയായിരിക്കാം. നമുക്കറിയാം ഇതിനെ മധ്യയാണ് പിന്നീട് അഷ്ടമിരോഹിണി വള്ളസദ്യയുണ്ട്, അതുപോലെ ഉത്രതാടി വള്ളംകളിയുണ്ട്. ഇതെല്ലാം തന്നെ ആറന്മുളക്കാരുടെ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള തീർത്ഥാടകരുടെയും ഭക്തരുടെയും ഒക്കെ മനസ്സിൽ ഏറെ ഇടം പിടിച്ച സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ധാരാളം ആളുകളാണ് ഈ കാലയളവിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തുക എന്നതാണ്. മാത്രമല്ല ഒരു വള്ളത്തിലെത്തി ഈ വള്ളപ്പാട്ട് പാടി ചോദിക്കുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ 20ഓളം ഭക്ഷണപദാർത്ഥങ്ങൾ അഡീഷണലായി കൊടുക്കുന്നതും അങ്ങനെ ഒത്തിരി ചടങ്ങുകൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നതാണ് ഏറ്റവും പ്രത്യേകത. അവന്തിക.